വിശദമായ വാർത്തകളിലേക്ക്. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർ വിമാനത്താവള സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് 35 ദിർഹം ഫീസ് ഏർപ്പെടുത്തുന്നു. അബുദാബി വിമാനത്താവളത്തിലൂടെ യുഎഇയിൽ നിന്ന് പുറത്തുപോകുന്ന മുഴുവൻ യാത്രക്കാരും ഫീസ് നൽകണം. അബുദാബി വിമാനത്താവളം ഉപയോഗിക്കുന്ന ട്രാൻസിറ്റ് യാത്രികർക്ക് ഈ ഫീസ് ബാധകമാണ്. ദുബൈയിൽ സമാന രീതിയിലുള്ള നിയമം മാർച്ച് 1 മുതൽ നിലവിൽ വന്നിരുന്നു. 2 വയസ്സിൽ താഴെയുള്ളവർ ഒഴിച്ച് മുഴുവൻ യാത്രികരും ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉപയോഗിച്ച് പുറത്തു പോകുമ്പോൾ 35 ദിർഹം ഫീസ് നൽകണം. ദുബൈയിലും ട്രാൻസിറ്റ് യാത്രികർക്ക് ഈ നിയമം ബാധകമാണ്. ദുബൈയിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഫീസ് ശേഖരിക്കാൻ വിമാന കമ്പനികൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റംസാൻ നാളുകളിൽ യുഎഇയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയ ഇഫ്താർ ടെന്റുകളിൽ തിരക്കേറുന്നു. വലുതും ചെറുതുമായ നിരവധി ടെന്റുകളിൽ നൂറുകണക്കിന് പേരെത്തുന്നു. റിപ്പോർട്ടിലേക്ക്. നോമ്പ് തുറക്കാനാവശ്യമായ എല്ലാ സാധനങ്ങളും ഒരുക്കിയാണ് ഇഫ്താർ ടെന്റുകൾ. വലുതും ചെറുതുമായി നിരവധി ടെന്റുകൾ യുഎഇയുടെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. സ്വദേശികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ടെന്റുകളിൽ ആർക്കും ചെന്ന് നോമ്പ് തുറക്കാം. ജ്യൂസും പഴവർഗ്ഗങ്ങളും ബിരിയാണിയും ഒക്കെയായി വിഭവസമൃദ്ധമായാണ് നോമ്പ് തുറ. എല്ലാ രാജ്യങ്ങളിലുള്ളവരും ഇഫ്താർ ടെന്റുകളിൽ എത്തുന്നു. തൊഴിലാളികളാണ് ഇഫ്താർ ടെന്റുകളിൽ എത്തുന്നവരിൽ ഏറെയും. സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദാത്തമായ സന്ദേശം കൂടിയാണ് ഈ ഇഫ്താർ ടെന്റുകളിലെ നോമ്പ് തുറകൾ വിളിച്ചോതുന്നത്. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. വാഹനങ്ങൾ വിൽക്കുകയും വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നു. ജുവലറികളിലും പച്ചക്കറി വിപണന മേഖലയിലും സ്വദേശിവൽക്കരണം പൂർണ്ണതോതിൽ നടപ്പാക്കുന്നതിന് സമയബന്ധിത പദ്ധതി തയ്യാറാക്കാൻ മന്ത്രാലയം തീരുമാനിച്ചു. രാജ്യത്തെ വാഹന ഏജൻസികളിലും റെന്റേ കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ സ്വദേശികൾ പ്രാപ്തരായിട്ടുണ്ട്. ഇത് കണക്കിലെടുത്താണ് വിദേശികളെ ഈ മേഖലയിൽ നിന്നും ഒഴിവാക്കാൻ മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ സ്വദേശികൾ പ്രാപ്തി നേടിയിട്ടുണ്ടെന്ന് സൗദി ഡെപ്യൂട്ടി തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ ഹുമൈദാൻ വ്യക്തമാക്കി. മുഴുവൻ ചില്ലറ വിൽപ്പന സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം നടപ്പാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ നിരവധി വിദേശികൾ മേഖലയെ കൈയൊഴിഞ്ഞതായാണ് മന്ത്രാലയം കരുതുന്നത്. ഇതേ മാതൃകയിലായിരിക്കും മറ്റു മേഖലയിലേക്കും സ്വദേശിവൽക്കരണം നടപ്പാക്കുക. സൗദിയിൽ ശക്തമായ ചൂട് കണക്കിലെടുത്ത് നാളെ മുതൽ തൊഴിലാളികളെ കൊണ്ട് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുന്നതിന് നിരോധനം. ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ജോലി ചെയ്യിപ്പിക്കുന്നതിനാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സെപ്റ്റംബർ 15 വരെ നിരോധനം തുടരും. തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് ഈ നിയമം. തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തുന്നതെന്നും സൗദി തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഫഹദ് അബ്ദുള്ള അൽ ഉവൈദി അറിയിച്ചു. എണ്ണ, പ്രകൃതിവാതക കമ്പനികൾ, അത്യാഹിത ഘട്ടങ്ങളിൽ അറ്റകുറ്റ ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ല. നിയമലംഘനം നടത്തുന്ന തൊഴിലുടമയുടെ പേരിൽ ഒരു തൊഴിലാളിയുടെ പേരിൽ 3000 റിയാൽ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിദേശികൾ അയക്കുന്ന പണത്തിന് 6% സർചാർജ് ഏർപ്പെടുത്തണമെന്ന അഭിപ്രായത്തെക്കുറിച്ച് സൗദി ശൂറ കൗൺസിൽ പഠനം നടത്തുന്നു. വിദേശികൾ അയക്കുന്ന പണത്തിന് 6% സർചാർജ് ഏർപ്പെടുത്തണമെന്ന് മുൻ ശൂറ കൗൺസിൽ അംഗം ഡോക്ടർ ഹിസാം അൽ അൻഖരി അഭിപ്രായപ്പെട്ടിരുന്നു. വിദേശികൾ അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സംഖ്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശമെന്ന് അൽ അൻഖരി പറയുന്നു. പദ്ധതി നിരീക്ഷിക്കുന്നതിന് ധനമന്ത്രാലയത്തിന് കീഴിൽ പ്രത്യേക നിരീക്ഷണ സമിതിയെ ചുമതലപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശത്തിൽ പറയുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ സർചാർജോ നികുതിയോ ഏർപ്പെടുത്താമെന്ന് ഇത് സംബന്ധിച്ചുള്ള നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നിയമപ്രകാരമല്ലാതെ സർചാർജ് ഏർപ്പെടുത്തുകയോ അവ റദ്ദു ചെയ്യുകയോ ഭേദഗതി ചെയ്യുകയോ പാടില്ലെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. രാജ്യത്തെ മൊബൈൽ ഷോപ്പുകളിൽ സൗദി വാണിജ്യ നിക്ഷേപ വിഭാഗം നടത്തിയ പരിശോധനകളിൽ ബിനാമി ബിസിനസ്സുമായി ബന്ധപ്പെട്ടും സൗദി കൊമേഴ്സ് രജിസ്റ്റർ ലൈസൻസ് നിയമലംഘനങ്ങളും സ്വദേശീവൽക്കരണ നിയമലംഘനങ്ങളും കണ്ടെത്തിയതായി സൗദി വാണിജ്യ നിക്ഷേപ മന്ത്രാലയം വ്യക്തമാക്കി. 1500 പരിശോധനകളിലായി 500 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയതെന്ന് മന്ത്രാലയം പറയുന്നു. പരിശോധനകളിൽ നിരവധി വ്യാജ സ്പെയർ പാർട്സുകളും കണ്ടെത്തിയിട്ടുണ്ട്. ബിനാമി ബിസിനസ് നടത്തിയതുമായി സംശയിക്കുന്ന പലരെയും പിടികൂടി ബന്ധപ്പെട്ട വകുപ്പിന് തുടർ നടപടികൾക്കായി കൈമാറി. മൊബൈൽ ഫോൺ ഷോപ്പുകളിൽ 50% സ്വദേശിവൽക്കരണം നടപ്പാക്കാത്ത സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സ്പോൺസർ ഉറൂബിലാക്കിയ മലയാളി യുവതി ഇന്ത്യൻ എംബസിയുടെയും പ്രവാസി സംഘടനകളുടെയും സഹായത്തോടെ നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങി. കൊല്ലം ജില്ലയിലെ ചടയമംഗലം സ്വദേശി ബിന്ദുവാണ് ഏറെ നാളത്തെ ദുരിതത്തിനൊടുവിൽ നാട്ടിലേക്ക് മടങ്ങിയത്.
പുണ്യങ്ങളുടെ പൂക്കാലത്തെ മലർവാടി വരവേൽക്കുന്നു എന്ന തലക്കെട്ടിൽ മലർവാടി ആൻഡ് ഖോബാർ സോൺ സംഘടിപ്പിച്ച കുട്ടികൾക്കായുള്ള മത്സരത്തിൽ മെഹ്ന രൂപേഷ് ഒന്നാം സ്ഥാനം നേടി. വിശുദ്ധ റംസാൻ മാസത്തെ വരവേൽക്കാൻ കുട്ടികൾ സജ്ജരാകുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. വിശുദ്ധ റംസാനിൽ വിശ്വാസികൾ ഉരുവിടുന്ന പ്രാർത്ഥനകളും ചെയ്യുന്ന കർമ്മങ്ങളും കുട്ടികൾക്ക് പരിചിതമാക്കാൻ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീട് അലങ്കരിക്കലായിരുന്നു മത്സരം. ഒറ്റപ്പാലം കോടതി പരിസരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകർ കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മാധ്യമപ്രവർത്തകരെ വെട്ടി തീർത്ത് കളയുമെന്ന് BJP പ്രവർത്തകന്റെ ഭീഷണി. കേന്ദ്രത്തിലെ ഭരണമില്ലാത്ത സമയത്തും വെട്ടിയിട്ടുണ്ടെന്നും BJPക്കാർ ഭീഷണിപ്പെടുത്തി. 3 മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. ചെർപ്പുളശ്ശേരി നെല്ലായിലെ ആക്രമണ കേസിൽ അറസ്റ്റിലായ 6 BJP RSS പ്രവർത്തകരെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കുന്നതിനിടെയാണ് സംഭവം. നെല്ലായ സ്വദേശികളായ ജ്യോതിഷ്, രോഹിത്, മണികണ്ഠൻ, രാജേഷ്, ദീപേഷ്, പ്രകാശൻ എന്നിവരെ ചെർപ്പുളശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവന്ന ടാക്സി വാഹനത്തിന് പിന്നാലെ ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണവും വധഭീഷണിയും മുഴക്കിയത്. നാലു പേരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ മാധ്യമപ്രവർത്തകരായ ശ്യാംകുമാർ, ശ്രീജിത്ത്, അനൂപ് എന്നിവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ P. ഉണ്ണി MLA-യും CPIM നേതാക്കളും സന്ദർശിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആക്രമണം പ്രതിഷേധാർഹമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ RSS അക്രമം അപലപനീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. RSS ആക്രമണം അത്യന്തം പ്രതിഷേധാർഹമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ RSS ആക്രമണത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കളും അപലപിച്ചു. ഞങ്ങൾ ഈ ആയുധമായി കൊണ്ട് തന്നെ നേരിടും, ശരിപ്പെടുത്തി കളയും എന്നൊക്കെ ഒരു കൊലവിളി നടത്തിക്കൊണ്ടാണ് ഇവർ നിന്നത്. ഒരു ക്രിമിനൽ സംഘം ഇതിന്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നടന്നത്. മാധ്യമങ്ങള് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണാടിയാണ്. ആ കണ്ണാടി എറിഞ്ഞുടക്കാൻ RSSഉം സംഘപരിവാർ ശക്തികൾ ഇത്തരത്തിൽ നടത്തുന്നത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഡൽഹിയിലും പല ദേശീയ തലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്കെതിരായി പോലും ആക്രമണങ്ങൾ നടത്തുന്ന അവസരത്തിൽ നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്, കണ്ടു രസിക്കുകയാണ് പോലീസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു സമീപനമല്ല. അതിനെതിരായി ഗവൺമെന്റ് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അക്രമികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഉമ്മൻചാണ്ടിയും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പുതിയ ഡാം പണിയാൻ കേരളത്തെ അനുവദിക്കരുതെന്നും ജയലളിത ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെന്നും ഡാം കൂടുതൽ ബലപ്പെട്ടുവെന്നും ജയലളിത പ്രധാനമന്ത്രിയെ അറിയിച്ചു. ബേബി ഡാമിലെ 23 മരങ്ങൾ മുറിക്കാനുള്ള പാരിസ്ഥിതിക അനുമതിയും തമിഴ്നാട് തേടിയിട്ടുണ്ട്. മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ജയലളിത ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ്. മെത്രാൻകായൽ അടക്കമുള്ള കോൺഗ്രസ് നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ബാർ കേസിൽ മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചു. UDF സർക്കാരിന്റെ അവസാനകാല തീരുമാനങ്ങൾ തിരിച്ചടിയായി. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് കോൺഗ്രസിനെതിരെ വിമർശനമുന്നയിച്ചത്. ഘടകകക്ഷികളോടുള്ള കോൺഗ്രസിന്റെ നിലപാടുകളും നേതാക്കളുടെ പരസ്യ പ്രസ്താവനകളും മെത്രാൻകായൽ നികത്തിലടക്കം അവസാന ഘട്ടത്തിലെടുത്ത മന്ത്രിസഭാ തീരുമാനങ്ങളും UDFന്റെ പരാജയത്തിന് കാരണമായെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. ബാർക്കോഴ കേസിൽ പാർട്ടി ലീഡർ KM മാണിയെ മുഖ്യ പ്രതിസ്ഥാനത്ത് നിർത്തിയ കോൺഗ്രസ് ബറാബസിനെ രക്ഷിക്കൂ, യേശുവിനെ ശിക്ഷിക്കൂ എന്ന യഹൂദരുടെ നിലപാടാണ് സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പോടെ സ്വയം ഇല്ലാതായ കോൺഗ്രസ് RSP, JDU തുടങ്ങിയ ഘടകകക്ഷികളെയും ഇല്ലാതാക്കി. കേരള കോൺഗ്രസിനെയും ഇല്ലാതാക്കാൻ ശ്രമം നടന്നു. PJ കുര്യന്റെ അപക്വമായ പ്രസ്താവനകളും നിലപാടുകളുമാണ് തിരുവല്ലയിൽ ജോസഫ് പുതുശ്ശേരിയുടെ തോൽവിക്ക് കാരണമായത്. കൂടുതൽ സീറ്റുകൾ വേണമെന്നും ചില സീറ്റുകൾ വച്ചുമാറണമെന്ന ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിവാശി പൂഞ്ഞാറിലും ഏറ്റുമാനൂരിലും തിരിച്ചടിയായി. അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം UDF ചിതറിപ്പോയി. BJP കൂടുതൽ വോട്ടുകൾ നേടിയത് LDFന് 41 മണ്ഡലങ്ങളിൽ ഗുണം ചെയ്തുവെന്നും കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്തി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കൊച്ചി മെട്രോ പദ്ധതി 2017 മാർച്ചിൽ പൂർത്തിയാക്കുമെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ. പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുടെ പുരോഗതി സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇ ശ്രീധരൻ. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പുരോഗതിയും നിർമ്മാണം പൂർത്തിയാക്കുന്നതിലെ തടസ്സം നീക്കുന്നതിന് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നതും സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് DMRC മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പദ്ധതിയിലെ ഇതുവരെയുള്ള പുരോഗതി, തുടർന്നുള്ള പ്രവർത്തനം, ഇതിന്റെയൊക്കെ ഡെമോ പ്രസന്റേഷൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ നടത്തി. പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള നോട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായും 2017 മാർച്ച് മാസത്തിൽ തന്നെ കൊച്ചി മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും ഇ ശ്രീധരൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സമയത്തുള്ള പദ്ധതി പൂർത്തിയാക്കാനാണ്. കൊച്ചി തീർച്ചയായിട്ടും. പദ്ധതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണ്ടതിനാൽ ഇ ശ്രീധരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടത്തി. കോഴിക്കോട് തിരുവനന്തപുരം മോണോ റെയിലിന്റെ കാര്യത്തിൽ പിന്നീട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ഇ ശ്രീധരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നു. DGP മുതൽ ജില്ലാ പോലീസ് മേധാവിമാർ വരെ പങ്കെടുത്ത യോഗത്തിൽ സ്ത്രീ സുരക്ഷയെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. ജനങ്ങളോട് പോലീസ് എങ്ങനെ പെരുമാറണമെന്നും പിണറായി പോലീസ് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി പോലീസ് ആസ്ഥാനത്തെത്തിയ പിണറായി വിജയനെ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ, DGP ലോക്നാഥ് ബെഹ്റ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പോലീസ് സ്മൃതി കുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ച മുഖ്യമന്ത്രി തുടർന്ന് സേനാംഗങ്ങൾ നൽകിയ ഗാർഡ് ഓഫ് ഓണറെ പ്രത്യഭിവാദ്യം ചെയ്തു. തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും മുഖ്യമന്ത്രി സംബന്ധിച്ചു. കുറ്റകൃത്യങ്ങൾക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. ഫയലുകളിൽ അനാവശ്യ കാലതാമസം ഉണ്ടാവാൻ പാടില്ല. സ്റ്റേഷനിലെത്തുന്ന വൃദ്ധരോടും സ്ത്രീകളോടും മാന്യമായി പെരുമാറണം. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. 1 മണിക്കൂറിലേറെയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്തത്. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരുമായി മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു. ADGPമാരായ R ശ്രീലേഖ, A ഹേമചന്ദ്രൻ, രാജേഷ് ദിവാൻ, ഷെയ്ഖ് ദർവേഷ് സാഹിബ്, B സന്ധ്യ, അനന്തകൃഷ്ണൻ, A സുധേഷ് കുമാർ, IG-മാരായ മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, S ശ്രീജിത്ത് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പോലീസ് സേനയിലെ വിവിധ SP-മാരെ കൂടാതെ ക്രൈംബ്രാഞ്ച്, വിജിലൻസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. S ജീവൻകുമാർ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സിനിമാ താരം മോഹൻലാൽ സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെത്തിയായിരുന്നു സന്ദർശനം. മുഖ്യമന്ത്രിയും മോഹൻലാലും 15 മിനിറ്റിലേറെ സൗഹൃദ സംഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ മോഹൻലാലിനൊപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മോഹൻലാൽ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. കലാഭവൻ മണിയുടെ മരണം സ്വാഭാവിക മരണമാകാനുള്ള സാധ്യതകൾ തള്ളി മെഡിക്കൽ ബോർഡ്. മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ച് കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം പുറത്തുവന്നു. ഇതോടെ പോലീസ്, മെഡിക്കൽ ബോർഡ് വിഭാഗങ്ങൾ അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിൽ എത്തി. മരണകാരണമാകുന്ന അളവിൽ മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിയെന്നാണ് പരിശോധനാ ഫലം. അതേസമയം മണിയുടെ സഹായികളുടെ അറിവോടെയാകാം വിഷമദ്യം ശരീരത്തിൽ എത്തിയതെന്ന് സഹോദരൻ രാമകൃഷ്ണൻ ആരോപിച്ചു. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മരണകാരണമായേക്കാവുന്ന അളവിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് കേന്ദ്ര ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ കണ്ടെത്തിയതിനേക്കാൾ ഇരട്ടിയിലധികം മെഥനോൾ ശരീരത്തിൽ എത്തിയെന്നാണ് പരിശോധനാ ഫലം. 45 മില്ലിഗ്രാം മെഥനോൾ ശരീരത്തിലെത്തിയെന്ന കണ്ടെത്തൽ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു. പരിശോധനാ ഫലം സംബന്ധിച്ച് നടന്ന പോലീസ്, മെഡിക്കൽ ബോർഡ് സംയുക്ത യോഗത്തിലാണ് അസ്വാഭാവിക മരണമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബിയർ കഴിച്ചത് മൂലം മെഥനോൾ ശരീരത്തിൽ എത്തിച്ചേർന്നതാകാം എന്നതായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. മണിയുടെ ശരീരത്തിൽ മെഥനോൾ എത്തിച്ചേരാനുള്ള സാധ്യതകളെപ്പറ്റി കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല. മരണകാരണമായേക്കാവുന്ന തരത്തിൽ മെഥനോൾ ഉള്ളിൽ ചെന്നതായുള്ള കണ്ടെത്തൽ അന്വേഷണത്തിൽ വഴിത്തിരിവാകുകയാണ്. അതേസമയം മെഥനോൾ ശരീരത്തിലെത്തിയത് സഹായികളുടെ അറിവോടെ ആയിരിക്കാമെന്ന് മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഈ രാവിലെ 5 മണിക്ക് വിപിൻ കൊടുത്തിട്ടുള്ള ഈ പാനീയം എന്ന് പറഞ്ഞ പെപ്സിയില് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഏതോ മദ്യം കലക്കി കൊടുത്തിരിക്കണം എന്നുള്ളൊരു ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. അന്വേഷണം CBIക്ക് വിട്ടപ്പോൾ മാത്രമാണ് മണിയുടെ സുഹൃത്ത് സാബുമോൻ മാനനഷ്ടത്തിന് കേസ് നൽകിയതെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുട്ടനാട് പാക്കേജ് പുനരാരംഭിക്കുന്നതിന് പ്രധാനമന്ത്രിയെ കാണുമെന്ന് കൃഷിമന്ത്രി സുനിൽകുമാർ. കുട്ടനാട് പാടശേഖരം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെല്ലിന്റെ കുടിശ്ശിക 10 ദിവസത്തിനകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാടൻ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായാണ് കൃഷിമന്ത്രി സുനിൽകുമാർ കുട്ടനാട് സന്ദർശിച്ചത്. കുട്ടനാട് പാക്കേജിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണും. സത്യം പറഞ്ഞാൽ ഈ കുട്ടനാട് പാക്കേജ് ഫലവത്തായി നടപ്പാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഈ കുട്ടനാട് പ്രദേശം ഒരു സ്ഥലത്ത് പോലും മട വീഴാതെ ഇത് സംരക്ഷിക്കപ്പെടുമായിരുന്നു.
നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം, ഈ പാക്കേജ് ഇനി ആരംഭിക്കാൻ വേണ്ടി കൃഷി ഡയറക്ടറോടും സെക്രട്ടറിയോടും അതിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നെല്ലിന്റെ കുടിശ്ശിക വിലയായിട്ടുള്ള 338 കോടി രൂപ 10 ദിവസത്തിനകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നാളികേര കർഷകരുടെ കുടിശ്ശികയായ 48 കോടി രൂപയിൽ 12 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി സൂചിപ്പിച്ചു. പാക്കേജിന്റെ ഭാഗമായി നിർമ്മിച്ച പുറംബണ്ടിന്റെ നിർമ്മാണാവലോകനം നടത്തിയിട്ട് പണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ദിവസം മടവീഴ്ച നടന്ന കുപ്പപ്പുറം പാടശേഖരവും മന്ത്രി സന്ദർശിച്ചു. ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ചിത്തിരക്കായലിൽ പുഞ്ചകൃഷി നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. നേരത്തെ റാണിക്കായലിൽ കൃഷി ഇറക്കിയിരുന്നു. ഇനി ചിത്തിരക്കായലിൽ കൃഷി ഇറക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് മന്ത്രി കൃഷിവകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ 6 ബ്ലോക്കിൽ നെൽകൃഷി ഇറക്കാൻ കഴിയുമോ എന്ന് പരിശോധന നടത്താനും ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മെത്രാൻകായലിലും ആറന്മുളയിലും കൃഷി ഇറക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് KPCC അധ്യക്ഷൻ VM സുധീരൻ. കൃഷിമന്ത്രിയുടെ സമീപനം നല്ലതെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. R ചന്ദ്രശേഖരനെതിരായ കശുവണ്ടി കേസിൽ പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ല. കേസിൽ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും സുധീരൻ പറഞ്ഞു. മെത്രാൻകായലും അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങളും കൃഷിയോഗ്യമായ സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ നേരത്തെ മുതൽ ഈ നിലപാട് സ്വീകരിച്ചു വരുന്ന ആളുകളാണ്. അതിൽ കൃഷി ഇറക്കാനുള്ള കൃഷിമന്ത്രിയുടെ സമീപനം നല്ല സമീപനമാണ്. ആ നല്ല സമീപനത്തെ നല്ല സമീപനമായി തന്നെ കാണുന്നു. അല്ല, ഈ കാര്യത്തിലൊന്നും പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. നിയമം അതനുശാസിക്കുന്ന രീതിയിൽ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഹോളി ഖുറാൻ അവാർഡ് പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. നിരവധി പേരാണ് പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന പ്രഭാഷണ പരിപാടികൾ ശ്രവിക്കാൻ എത്തുന്നത്. റിപ്പോർട്ടിലേക്ക്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് കോംപ്ലക്സിൽ ഈ മാസം 7-നാണ് അന്താരാഷ്ട്ര ഹോളി ഖുറാൻ അവാർഡ് പരിപാടികൾ ആരംഭിച്ചത്. അറബി, മലയാളം, ബംഗാളി, തമിഴ് ഭാഷകളിലായി നിരവധി പ്രഭാഷണ പരിപാടികൾ അന്താരാഷ്ട്ര ഹോളി ഖുറാൻ അവാർഡിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നു. UAE പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർത്തൃത്വത്തിലാണ് ഓരോ വർഷവും അന്താരാഷ്ട്ര ഹോളി ഖുറാൻ അവാർഡ് മത്സരങ്ങൾ നടക്കുന്നത്. സ്ത്രീ പുരുഷന്മാരും പ്രായമായവരും കുട്ടികളുമടക്കം നിരവധി രാജ്യക്കാർ പ്രഭാഷണം കേൾക്കാനെത്തുന്നു. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് കോംപ്ലക്സിൽ നടന്ന പ്രഭാഷണങ്ങൾ ശ്രവിക്കാനായി ഹോളി ഖുറാൻ സംഘാടക സമിതി മേധാവി ഇബ്രാഹിം മുഹമ്മദ് ബൂമിൽഹ, ദുബായ് കോടതി ഡയറക്ടർ ജനറൽ താരിഷ് ഈദ് അൽ മൻസൂരി തുടങ്ങി ഹോളി ഖുറാൻ സംഘാടക സമിതി അംഗങ്ങളും മുതിർന്ന ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്.